ഹേ ഹലോ യേഴ്സ് വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ പേര് അൽഫിയ. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ സ്കിൻ കെയർ ചലഞ്ച് 3rd ഡേ ആണ്. നമ്മൾ ഇന്നെടുത്തിരിക്കുന്നത് സിമ്പിളായിട്ടുള്ള റെമഡി തന്നെയാണ്. അടുക്കളയിൽ കിട്ടുന്ന നമ്മുടെ കടലമാവും അതുപോലെ തന്നെ ഹണി തൈര് വെച്ചുള്ള ഒരു പാക്കാണ്. സിമ്പിൾ റെമഡിയാണ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ഈ പാക്കുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന അഴുക്കുകളും കാര്യങ്ങളും ആദ്യം കളഞ്ഞിട്ട് വേണം ഓരോരോ പാക്കിലോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫേസിലുണ്ടാവുന്ന അധിക വളർച്ചയായിട്ടുണ്ടാവുന്ന രോമങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളും ചെളികളും ഒക്കെ റിമൂവ് ചെയ്യാനും ഫേസിലെ ടാനുകളൊക്കെ റിമൂവ് ചെയ്യാനും ഡേർട്ട് റിമൂവ് ചെയ്യാനും എക്സസ് ആയിട്ടുള്ള ഹെയർ റിമൂവ് ചെയ്യാനും നമ്മുടെ pH ബാലൻസ് ലെവൽ ചെയ്യാനും ഈ ഒരു പാക്ക് ശരിക്കും കടലമാവ് നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ സ്കിന്നിന് എപ്പോഴും നല്ല ഒന്നാണ് കടലമാവ്. കടലമാവ് ഇട്ട് നമ്മുടെ ഫേസ് കഴുകുകയാണെങ്കിൽ നന്നായിട്ട് എക്സ്ട്രാ ഓയിലിനെയൊക്കെ വലിച്ചെടുത്ത് നമ്മുടെ മുഖത്തെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി തരും. നല്ല ഒരു പാക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞേ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ശരിക്കും നമ്മൾ രാത്രിയിൽ മുഖം കഴുകി കിടക്കുന്നതല്ലേ, രാത്രിയിൽ നമ്മൾ ഡേർട്ടും കാര്യങ്ങളൊക്കെ അടിച്ച്, അതായത് പുറത്തൊക്കെ ജോലി കഴിഞ്ഞിട്ട് വരുന്നവരുടെയൊക്കെ മുഖത്ത് ചെളികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ നല്ലൊരു ഫേസ് വാഷ് നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ട് കിടക്കുന്നവരൊക്കെ. അപ്പോൾ രാവിലെ അത് പിന്നെയും ഒരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യാൻ പാകത്തിനുള്ള അഴുക്കുകളും ചെളികളൊന്നും നമ്മുടെ ഫേസിൽ ഉണ്ടാവില്ല. അപ്പം നമുക്ക് കടലമാവ്, ചെറുപയർ പൊടി, ഓട്സ് പൗഡർ ഇതുപോലത്തെ എന്തെങ്കിലും പൗഡേഴ്സ് യൂസ് ചെയ്ത് ഫേസ് കഴുകുകയാണെങ്കിൽ നല്ല ഒരു നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആണ്, ഷൈൻ ആണ് ഇത് ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഏജിങ് പ്രശ്നം, അതായത് നേരത്തെ പ്രായമാകുന്നുള്ള സ്കിന്നൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആൻഡ് ഷൈൻ ആയിട്ടിരിക്കും. അപ്പോൾ ഈ ഒരു പാക്ക് വളരെ നമ്മുടെ സ്കിന്നിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ പാക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം നമുക്ക് പാക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ റെഡിയാക്കാം. ഓക്കെ, ഞാനിവിടെ എടുത്തേക്കുന്ന ബൗളാണ്. അതോടൊപ്പം തന്നെ കടലമാവാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഓഫ് കടലമാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതായത് കയ്യിലോ കാലിലോ ഒക്കെ യൂസ് ചെയ്യണേ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ തേൻ ഒഴിക്കുന്നുണ്ട്. ഞാൻ 1 ടേബിൾ സ്പൂൺ തേനും അതുപോലെ തന്നെ അത് മിക്സ് ചെയ്യാനുള്ള തൈരുമാണ് ഒഴിച്ചേക്കുന്നത്. ഇവിടെ എനിക്ക് ആവശ്യമായിട്ട് വന്നേക്കുന്നത് 3 ടേബിൾ സ്പൂൺ ഓഫ് കടലമാവിന് 3 ടീസ്പൂണോളം തൈര് ആവശ്യമായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഞാൻ ഒരെണ്ണം പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ലെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്, അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുകാർക്ക് പിടിക്കില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്ക്. പക്ഷേ ബാക്കി ഡ്രൈ സ്കിന്നുകാരൊക്കെ അത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. നല്ല ടൈം എടുത്ത് ഇതുപോലെ തന്നെ മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നല്ലതായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഒരു ഡേർട്ടും കാര്യങ്ങളും അതുപോലെ തന്നെ മേക്കപ്പ് ഒന്നുമില്ല എന്നുറപ്പ് വരുത്തിയിട്ട് വേണം ഇതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഞാനിവിടെ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ സ്ലോലി ആണ് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നല്ല ടാനും കാര്യങ്ങളൊക്കെ ഉള്ളവർ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എൻ്റെ മുഖത്ത് അത്രയും ടാനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇതിട്ടതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റോളം വെയിറ്റ് ചെയ്യണം. അപ്പം ഒരു സെമി ഡ്രൈ ആവുന്നതിനും വരെ വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കാനായിട്ട് നിൽക്കേണ്ട, മുഖം ബ്രേക്ക് ആവും. സോ നമുക്കിപ്പോൾ ഞാൻ ഇട്ടതിന് ശേഷം 20 മിനിറ്റായി. ഇത് ഏകദേശം കണ്ടോ സെമി ഡ്രൈ, ഒരുപാട് ഡ്രൈ അല്ല കണ്ടോ. ഇടയ്ക്കിടയ്ക്കുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണങ്ങാൻ ഇനിയും ഉണ്ട് ടൈം. പക്ഷേ ഇത് മതി. ഒരുപാട് അങ്ങ് വലിഞ്ഞ് മുറുകി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നൊക്കെ ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊരു സ്പ്രേ ഞാൻ അടിച്ചു കൊടുക്കണം. ഇതിനകത്ത് സാധാ വെള്ളം ഞാൻ നിറച്ച് വെച്ചേക്കുന്നതാണ്. ഇത് ഇങ്ങനെ മുഖത്ത് സ്പ്രേ ചെയ്യാനുള്ള എളുപ്പത്തിന് അതിങ്ങനെ ഒന്ന് കുതിർത്തി മസാജ് ചെയ്യാൻ വേണ്ടി. മറ്റേ പാട് നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും കേട്ടോ. അതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഓരോരുത്തരുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് കയ്യിൽ ഇച്ചിരി വെള്ളം തൂത്തിട്ടാണെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഏത് പാക്ക് ഇടുമ്പോഴും ഒരു ചെറിയ മസാജ് ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ എന്താ പറയുക വാഷ് ഓഫ് ചെയ്യാൻ.
ഞാനിവിടെ വാഷൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ മുഖം അല്പം ക്ലീനായി, ഭയങ്കര ബ്രൈറ്റും കാര്യങ്ങളൊന്നും അല്ല ഞാൻ പറയുന്നത്. ഫേസൊക്കെ നല്ല ക്ലീനായിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്കൊരു ചെറിയൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നില്ലേ? അപ്പോൾ എനിക്ക് നല്ല ഒരു ചെറിയൊരു ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ ഫേസ് നല്ല ക്ലീൻ ആയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ ഏകദേശം ഒരു വീക്ക്ലി വൺസ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പാക്കാണ്. നിങ്ങൾക്ക് ടൈം പോലെ വീക്ക്ലി ടോയ്സ് അങ്ങനെയൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു ചാനൽ ഇങ്ങനെ റൺ ചെയ്യുന്നുണ്ട്, പല പാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരേ പാക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്യില്ല. പക്ഷെ എന്നാലും ഞാൻ മേക്കപ്പൊക്കെ യൂസ് ചെയ്താൽ ഏറ്റവും കൂടുതൽ മുഖം വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് പോലെ ഈ പാക്ക് ഇട്ട് കൊടുക്കും. അതുപോലെ തന്നെ പാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫേസ് അല്പം ഡ്രൈ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ എസ്പെഷ്യലി ഇതുപോലൊരു ക്രീം എപ്പോഴും അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ ലൈറ്റായിട്ടൊരു ക്രീം നിങ്ങളുടെ കംഫർട്ടബിളുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് പറ്റിയിട്ടുള്ള ഒരു ക്രീം ഇട്ട് കൊടുക്കുക. അതിനുശേഷം മുഖം ലീവ് ചെയ്തേക്ക്. ഞാനിവിടെ നൈറ്റാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. നിങ്ങൾക്കും നൈറ്റാണ് അപ്ലൈ ചെയ്യാൻ സൗകര്യമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതാകുമ്പോൾ സ്കിന്ന് രാവിലെ വരെ ഫ്രീ ആയിട്ടിരിക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോടൊന്ന് ഇങ്ങനത്തെ ഒരു ചാനൽ ഉണ്ടെന്ന് ഒന്ന് പറയുക. ദെൻ അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.